പണ്ട് സഗരൻ എന്നു പേരുള്ള ഒരു രാജാവുണ്ടായി. അദ്ദേഹം അശ്വമേധം നടത്തുവാൻ തീരുമാനിച്ചു. സഗരന്റെ 60,000 പുത്രന്മാരെയാണ് അശ്വരക്ഷകരായി നിയമിച്ചത്. ആകാശം സഞ്ചരിക്കുന്ന ഭൂമിയെല്ലാം രാജാവിൻ്റെതായിരിക്കും. ആരെങ്കിലും ആകാശത്തെ തടഞ്ഞാൽ അയാളെ യുദ്ധത്തിൽ തോൽപ്പിക്കണം. അതാണ് നിയമം. അല്ലെങ്കിൽ യാഗം പൂർത്തിയാക്കാൻ കഴിയില്ല. കാര്യമായ എതിർപ്പും ഉണ്ടായില്ല. മിക്കവാറും രാജാക്കന്മാർ അങ്ങനെ അജേയമായി അശ്വം മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അതിനെ കാണാതായി. രാജപുത്രന്മാർ അത്ഭുതപ്പെട്ടു. അവർ ഭൂമി മുഴുവൻ തിരഞ്ഞു. കുതിരയെ കണ്ടില്ല. ഭൂതലം തുറന്ന് അവർ പാതാളത്തിലെത്തി. അത്ഭുതം! കപില മഹർഷിയുടെ ആശ്രമമുറ്റത്തെ മരത്തിൽ കുതിരയെ ആരോ പിടിച്ചു കെട്ടിയിരിക്കുന്നു. ധ്യാനനിഷ്ഠനായിരിക്കുന്ന മഹർഷിയെ അവർ കണ്ടു. കുതിരയെ മോഷ്ടിച്ച മഹർഷി തന്നെയെന്ന് കരുതി വിവേകം നഷ്ടപ്പെട്ട രാജപുത്രന്മാർ അദ്ദേഹത്തെ ശല്യപ്പെടുത്തി. തന്റെ തപസ്സിന് ഭംഗം വരുത്തിയ സകലന്മാരെ അദ്ദേഹം ശപിച്ചു ഭസ്മമാക്കിക്കളഞ്ഞു. വാസ്തവത്തിൽ രാജാവിന്റെ യാഗം മുടക്കുന്നതിനു വേണ്ടി ദേവേന്ദ്രനാണ് ആകാശത്തെ കപിലാശ്രമത്തിൽ കൊണ്ടുചെന്നു കെട്ടിയിട്ടത്. സഗരന്റെ യാഗം മുടങ്ങി. വർഷങ്ങൾക്കു ശേഷം അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെയും പുത്രന്മാരുടെയും ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കണമെങ്കിൽ അവരുടെ ഭൗതികാവശിഷ്ടങ്ങളിലൂടെ ആകാശഗംഗയിലെ പവിത്രജലം ഒഴുക്കണം. ഗംഗാനദിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പലരും ശ്രമിച്ചു. പക്ഷേ ശ്രമം വിജയിച്ചില്ല. സഗരന്റെ വംശത്തിലെ ശക്തനായ രാജാവ് ഭഗീരഥൻ ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ അതികഠിനമായി യത്നിച്ചു. അദ്ദേഹം വ്രതനിഷ്ഠയോടെ വളരെക്കാലം ഗംഗാദേവിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി. പക്ഷെ മറ്റൊരു തടസ്സം. ഗംഗയുടെ ശക്തമായ പ്രവാഹത്തെ ഭൂമിക്ക് സഹിക്കാൻ പറ്റില്ല. കുത്തനെയുള്ള അവളുടെ പതനം ഭൂതലത്തെ തകർത്തുകളയും. ഉഗ്രമായ ആ പ്രവാഹത്തിന്റെ ശക്തി ക്ഷയിപ്പിക്കണമെങ്കിൽ ശിവന് മാത്രമേ കഴിയൂ. ഭഗീരഥൻ നിരാശനായില്ല. കഠിനമായി തപസ് ചെയ്ത് ശിവനെയും പ്രസാദിപ്പിച്ചു. പിന്നെയും പല തടസ്സങ്ങളും ഉണ്ടായി. ദൃഢവ്രതനായ ഭഗീരഥൻ കൊടും തപസ്സിനാൽ അവയെല്ലാം തരണം ചെയ്ത് വിജയത്തിലെത്തി. പവിത്രമായ ഗംഗാജലം ഭൂമിയിലെല്ലാം നിറഞ്ഞൊഴുകി. സഗരപുത്രന്മാർ തുരന്ന കുഴികളിലൂടെ പാതാളത്തിലുമെത്തി. അവരുടെ ഭൗതികാവശിഷ്ടങ്ങളിലൂടെ പരന്നൊഴുകി. അങ്ങനെ ഭഗീരഥന്റെ കഠിന പ്രയത്നം കൊണ്ട് സഗരന്റെയും പുത്രന്മാരുടെയും ആത്മാക്കൾക്ക് മോക്ഷം ലഭിച്ചു.